ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്മോൾ ഓസിലേഷനിലുള്ള ടോപ്പിക്കാണ്. അതായത് സ്മോൾ ഓസിലേഷൻ ഇൻ നോർമൽ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ മുമ്പ് നോർമൽ കോർഡിനേറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻ ആണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കോർഡിനേറ്റ്സ്, അതായത് സ്മോൾ ഓസിലേഷന് നോർമൽ കോർഡിനേറ്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം നോർമൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പിൾഡ് മോഷന് ഒരു സിംഗിൾ കോർഡിനേറ്റ് വെച്ച് നമ്മൾ ഒരു പുതിയ സിംഗിൾ കോർഡിനേറ്റ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുന്നു ഓസിലേഷൻ ഒരു സിംഗിൾ ഫ്രീക്വൻസിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അതായത് രണ്ടും കൂടെ നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോഷൻ എടുക്കുക, രണ്ടും കൂടെ സൂപ്പർ പൊസിഷൻ ചെയ്തിട്ടുള്ള കേസായിരിക്കും എന്നുള്ളതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഇതിൻ്റെ സൊല്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ ലെറ്റ് us define ui ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ k ഈസ് ഈക്വൽ ടു 1 to n aik qk. ഓക്കെ, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇതിൽ qk എന്ന് പറയുന്നത് ശരിക്കും q ആണ് ശരിക്കും നമ്മളെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതിപ്പോൾ ഇത് കംപ്ലീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഈ ഒരു ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. ഇൻ ടേംസ് ഓഫ് സിംഗിൾ കോളം മെട്രിസസ് u ഈസ് ഈക്വൽ ടു മെട്രിക്സ് u1 u2 എക്സെട്ര un ആൻഡ് q ഈസ് ഈക്വൽ ടു q1 q2 എക്സെട്ര qn. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മെട്രിക്സ് വെച്ച് ഇതിന് ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം, u ഈസ് ഈക്വൽ ടു u ഈസ് ഈക്വൽ ടു എ ക്യൂ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദ പൊട്ടൻഷ്യൽ എനർജി വി ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് പൊട്ടൻഷ്യൽ എനർജീനെ ഈ ഒരു യുടെയും നമ്മുടെ കയ്യിൽ പൊട്ടൻഷ്യൽ എനർജി വി എന്ന് പറയുന്നത് ഹാഫ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ വി ഐ ജെ യു ഐ യു ജെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ടതായിരുന്നു അല്ലേ, ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ ഐ ജെ യു ഐ യു ഐ വി ഐ ജെ യു ജെ ഓർ വി ഈസ് ഈക്വൽ ടു ഹാഫ് യു ബാർ വി യു എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് യു ബാർ എന്ന് പറയുന്നത് എന്താണ്, യു എന്ന് പറയുന്ന റോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജീനെ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടി. വി ഈസ് ഈക്വൽ ടു ഹാഫ് യു ബാർ വി യു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യു ബാറിന്, അതായത് ഈ 63 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. യു ഈസ് ഈക്വൽ ടു എ ക്യൂ എന്നാണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എ ക്യൂ ആണെങ്കിൽ യു ബാർ എന്ന് പറയുന്നത് എ ക്യൂ ബാർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബാർ എ ബാർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, മേലെ കണ്ടാൽ നമ്മൾ 64 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ബാർ എ ബാർ വി എ ക്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ യുടേതും യു ബാറിൻ്റേതും എന്താ, നമ്മൾ യുവും യു ബാറും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതേപോലെ കൈനറ്റിക് എനർജീനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ
എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ കോർഡിനേറ്റിൻ്റെ കേസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൈനറ്റിക് എനർജി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ യു ഐ ഡോട്ട് ടി ഐ ജെ യു ജെ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, എയുടെയും ക്യൂടെയും, അതായത് യു ഇസ് ഈക്വൽ ടു എ ക്യൂ അല്ലേ, അതിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും, ഹാഫ് ക്യൂ ഡോട്ട് ബാർ എ ബാർ ടി എ ക്യൂ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഒമേഗ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ കെ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ലാംഡ കെ എന്ന് കൊടുക്കാം. അപ്പോൾ സമ്മേഷൻ ഓവർ ജെ, അതായത് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചൊരു ഇക്വേഷനാണ്, ഇക്വേഷൻ 53. അതായത് നമ്മൾ ഇതാ ഇവിടെ അതായത് നമ്മൾ സെക്യുലർ ഇക്വേഷൻ്റെ ഐഗൺ വാല്യൂ റിസൾട്ട് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇവിടെ നമ്മളെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് ഇതെങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒമേഗ സ്ക്വയറിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആ ഒരു ഇക്വേഷനിൽ ഒമേഗ സ്ക്വയറിന് പകരം ലാംഡ, അതായത് ഒമേഗ കെ സ്ക്വയറിന് പകരം ലാംഡ കെ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ ഐ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ജെ എ ഐ എൽ സ്റ്റാർ മൈനസ് ലാംഡ എൽ സ്റ്റാർ ടി ഐ ജെ ഇൻറ്റു എ ഐ എൽ സ്റ്റാർ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ മേലെയുള്ള ഇക്വേഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എസ് എ ഐ ജെ ആർ റിയൽ, we eliminate Vij from 67 and 68 by multiplying the former by AIL and summing over I and the letter AJK and summing AJK and summing over J. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിലുള്ള വി ഐ ജെനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 67ലും 68നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, AIL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മേഷൻ ഓവർ ഐ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ AJK എന്ത് ചെയ്യുന്നു, സമ്മിങ് ഓവർ ജെ വെച്ചിട്ട് സം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സമ്മേഷന് പകരം നമുക്ക് എന്ത് ചെയ്യുന്നു, രണ്ട് സമ്മേഷനും കിട്ടും. അതേപോലെ അതിൻ്റെ സഫിക്സിലുള്ളത് മാറുകയും ചെയ്യും. അപ്പോൾ ഡെൽറ്റ കെ മൈനസ് ഡെൽറ്റ എൽ സ്റ്റാർ ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എ ജെ കെ ടി ഐ ജെ എ ഐ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, രണ്ട് സമ്മേഷൻ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വി ഐ ജെ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ കെ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ കെ മൈനസ് ഡെൽറ്റ എൽ സ്റ്റാർ ഈസ് നോട്ട് 0. അപ്പോൾ ആ ഒരു സാധനം 0 ആവില്ല. അത് കാരണം നമുക്ക് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എ ജെ കെ ടി ഐ ജെ എ ഐ എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടേം 0 ആവില്ലെങ്കിൽ നെക്സ്റ്റ് ടേം ആയിരിക്കും 0 ആവുക അല്ലേ. അപ്പോൾ ദ കോഎഫിഷ്യൻറ്റ് എ ജെ കെ
ഈ ഇക്വേഷൻ 67 കോഎഫിഷ്യൻറ്റ് എ ജെ കെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതെന്താണ്, ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷനാണ്. ഇത് കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇൻഡിറ്റർമിനസി, അതായത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. കോഎഫിഷ്യൻ്റ് എ ജെക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് സെറ്റ് ഓഫ് ഇക്വേഷനാണ്. സമ്മേഷൻ ഓവർ ജെ എ ജെ കെ ടി ഐ ജെ എ ഐ എൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക 1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ചില കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഐയുടെയും കെയുടെയും വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ 1, ഐ നോട്ട് ഈക്വൽ ടു കെ ആണെങ്കിൽ എന്ത് 0, എൽ ആണ്. അപ്പോൾ കെ ഈക്വൽ ടു എൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു 1ഉം, അതേപോലെ കെ നോട്ട് ഈക്വൽ ടു എൽ ആണെങ്കിൽ 0. അപ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷനിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ക്രോണിക്കർ ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ പഠിച്ചതാണ് അല്ലേ, ക്രോണിക്കർ ഡെൽറ്റ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സമ്മേഷൻ ഓവർ ഐ, സമ്മേഷൻ ഓവർ ജെ എ ജെ കെ ടി ഐ ജെ എ ഐ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ എൽ എന്ന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 71 അതിനെ നമുക്ക് ഒരു എന്ത് ചെയ്യാം, നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എ ട്രാൻസ്പോസ്, അതായത് എന്താ, നമുക്ക് ഈ ക്രോണിക്കൽ ഡെൽറ്റ ഓക്കെ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി എ ട്രാൻസ്പോസ് ടി എ ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. ഐ എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ലാംഡ എൽ ഈസ് ഈക്വൽ ടു ലാംഡ കെ ഇൻറ്റു ഡെൽറ്റ എൽ കെ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 67 എന്നുള്ളത്, അതായത് സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ജെ എ ജെ കെ എന്നുള്ളത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുമ്പോൾ സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n ടി ഐ ജെ എ ജെ കെ ഡെൽറ്റ കെ ഡെൽറ്റ എൽ ഐ കെ എന്ന് എഴുതാം അല്ലേ, എൽ കെ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ക്രോണിക്കർ ഡെൽറ്റ, അതായത് ഡെൽറ്റ എല്ലിന് പകരം ഡെൽറ്റ എൽ കെ എന്നുള്ളത് എഴുതുകയാണ് ചെയ്യുന്നത്. ലാംഡ കെ ഡെൽറ്റ എൽ കെ എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ നമ്മൾ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുമ്പോൾ വി എ ഇസ് ഈക്വൽ ടു ടി എ ലാംഡ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷന്, അതായത് ലെഫ്റ്റിൽ എ ട്രാൻസ്പോസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ട്രാൻസ്പോസ് വി എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ടി എ ലാംഡ എന്ന് എഴുതാം. അപ്പോൾ എ ട്രാൻസ്പോസ് ടി എ എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എ ട്രാൻസ്പോസ് വി എ എന്നുള്ളത് എന്തായി മാറി, ലാംഡയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ 76ൻ്റെയും അതേപോലെ 76ഉം അതേപോലെ നമ്മൾ 65ഉം ഇപ്പോൾ വിയുടെ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലാംഡയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വി ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂബ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് Q1 Q2 എക്സെട്ര Qn, അത് ക്യൂ ബാർ ആയതുകൊണ്ടാണ് റോ മെട്രിക്സ് ഇൻറ്റു ലാംഡ 1 ലാംഡ 2, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അത് ഐഗൺ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു Q1 Q2 എക്സെട്ര Qn എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ ഹാഫ് ലാംഡ 1 Q1 സ്ക്വയർ പ്ലസ് ലാംഡ 2 Q2 സ്ക്വയർ പ്ലസ് എക്സെട്ര ലാംഡ n Qn സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും.
അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n ലാംഡ കെ ക്യൂ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n ഒമേഗ കെ സ്ക്വയർ ഇൻറ്റു ക്യൂ കെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മളിവിടെ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഡോട്ട് ബാർ ഐ ക്യൂ ഡോട്ട്, അതായത് നമ്മളെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വെച്ചിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് സമ്മേഷൻ, അതായത് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് വി. ഇതേപോലെ കൈനറ്റിക് എനർജീനെ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ക്യൂ ഡോട്ട് ബാർ ഐ ക്യൂ ഡോട്ട് എന്നിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n ക്യൂ ഡോട്ട് കെ സ്ക്വയറാണ്, ക്യൂ കെ ഡോട്ട് സ്ക്വയറാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ്, കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ക്യൂ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൻ്റെ ടേമിലുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ക്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ പുതിയൊരു കോർഡിനേറ്റ്, അതായത് അതായത് വേറെ ക്രോസ് ടേം ഒന്നും ഇല്ലാത്ത ഓരോ ടേമിൻ്റെ, അതായത് സ്ക്വയർ ആയിട്ടുള്ള ഒരൊറ്റ ടേമിൻ്റെ സ്ക്വയർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാം. എൽ ഈസ് ഈക്വൽ ടു ടി മൈനസ് വി ആണ്. അപ്പോൾ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു ഹാഫ് സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n ക്യൂ കെ ഡോട്ട് സ്ക്വയർ മൈനസ് ഹാഫ് സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n ഒമേഗ കെ സ്ക്വയർ ക്യൂ കെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്താണെന്ന് ചെയ്താൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ നമ്മളെ ക്യൂ കെ എന്ന് പറയുന്നത് പുതിയ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ക്യൂ കെ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ കെ ക്യൂ കെ ഈസ് ഈക്വൽ ടു 0 ആണ് ഇത്. വിച്ച് ആർ n ഇക്വേഷൻസ് ഫോർ കെ ഈസ് ഈക്വൽ ടു 1 2 etc. n. അപ്പോൾ ഓരോന്നിനും ഓരോരോ ഇക്വേഷനായിട്ട് ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ദസ് each new coordinate executes simple harmonic motion with a single frequency and therefore q1 q2 etc. qn are called normal coordinates. അപ്പോൾ ഇത് എന്താണ്, ഒമേഗ കെ എന്ന് പറയുന്ന ഫ്രീക്വൻസിയുള്ള, അതായത് ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 എന്ന് പറയുന്നത് ഒമേഗ n വരെയുള്ളത് നമ്മളെ നോർമൽ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയുള്ള ഓരോരോ നോർമൽ കോർഡിനേറ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ കോർഡിനേറ്റ് എക്സിക്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് സിംഗിൾ ഫ്രീക്വൻസി. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ കോർഡിനേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. ആ സംഭവം നമ്മളിവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ കോർഡിനേറ്റിൻ്റെ കേസിലും നമുക്ക് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്യൂ കെ സിമ്പിൾ ഹാർമോണിക് നോർമൽ കോർഡിനേറ്റിൻ്റെ കേസിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് മേലെ കിട്ടിയിട്ടുള്ളത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ക്യൂ കെ ഈസ് ഈക്വൽ ടു എഫ് കെ കോസ് ഒമേഗ കെ ടി പ്ലസ് 5k. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ യു ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n എ ഐ കെ യു എൽ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n എ എൽ കെ ക്യൂ കെ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to n എഫ് കെ എ എൽ കെ കോസ് ഒമേഗ കെ ടി പ്ലസ് 5k എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ 8 നമ്മൾ 61 62 എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക്
ഈ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും നമുക്ക് പ്രൂവണായി. അതായത് നോർമൽ കോർഡിനേറ്റ് കറസ്പോണ്ട് ടു എ വൈബ്രേഷൻ ഓഫ് എ സിസ്റ്റം വിത്ത് only one frequency and these component oscillations are called the normal mode of vibration. അപ്പോൾ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുകയാണ് ചെയ്തത്. ഒരു ഫ്രീക്വൻസിയിൽ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു നോർമൽ കോർഡിനേറ്റ് ഉണ്ടാവുക. ഓരോ നോർമൽ കോർഡിനേറ്റും കറസ്പോണ്ട് ടു എ എന്താണ് ഫ്രീക്വൻസി ഓഫ് എ സിസ്റ്റം വിത്ത് ഓൺലി വൺ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഇൻ ഈച്ച് മോഡ് ഓൾ ദ പാർട്ടിക്കിൾ വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി വിത്ത് ദ സെയിം ഫേസ്. അപ്പോൾ എല്ലാ ഫേസിലും എല്ലാ മോഡിലും എന്താണ് എല്ലാ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത് വിത്ത് സെയിം ഫ്രീക്വൻസി ആൻഡ് വിത്ത് സെയിം ഫേസ്. ഒരേ ഫേസിലും ഒരേ ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്സ് ബീങ് ഡിറ്റർമിൻഡ് ബൈ ദ മെട്രിക്സ് എലമെൻറ്റ് AIK. The complete motion is then composed the sum of normal modes weighted with the proper amplitude and phase factor contained in the scaling factor CKs. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. നെക്സ്റ്റ് ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ടു കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്. ടു കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ എക്സാമ്പിളാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.